നമസ്കാരം. കേരളത്തിൽ എയിംസ് ആശുപത്രി എന്ന ആവശ്യം വർഷങ്ങളായി ഉയർന്നുവരുന്ന ഒരു വിഷയമാണ്. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങൾക്കും എയിംസ് ലഭിച്ചിട്ടും കേരളത്തിന് ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നതാണ് പലരും ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ടുതന്നെ ഒരു പ്രധാന ചോദ്യം വീണ്ടും വീണ്ടും ഉയരുകയാണ്. കേരളത്തിൽ എയിംസ് അനുവദിക്കുകയാണെങ്കിൽ അത് ഏത് ജില്ലയിലായിരിക്കും സ്ഥാപിക്കുക? ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ ഔദ്യോഗിക പ്രഖ്യാപനമല്ല. നിലവിൽ ലഭ്യമായ വിവരങ്ങൾ, സർക്കാർ നടപടികൾ, കോടതി നടപടികൾ, അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു വിശകലനമാണ്. വീഡിയോയുടെ അവസാന ഭാഗത്തിൽ എന്റെ വ്യക്തിപരമായ അഭിപ്രായവും പങ്കുവെക്കുന്നുണ്ട്. ആദ്യം ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കണം. 2026 ജൂലൈ അവസാനത്തോടെ കേരളത്തിൽ എയിംസ് സ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാർ അന്തിമ അനുമതി നൽകിയിട്ടില്ല. ഏത് ജില്ലയിൽ എയിംസ് സ്ഥാപിക്കുമെന്ന് ഔദ്യോഗിക പ്രഖ്യാപനവും വന്നിട്ടില്ല. അതിനാൽ സോഷ്യൽ മീഡിയയിൽ കാണുന്ന പല അവകാശവാദങ്ങളും സ്ഥിരീകരിച്ച വിവരങ്ങളല്ല. കേരള സർക്കാർ വിവിധ ഘട്ടങ്ങളിലായി എയിംസിനായി ഭൂമി കണ്ടെത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഏറ്റവും പുതിയ വിവരങ്ങൾ പ്രകാരം ഒന്നിലധികം സ്ഥലങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ പരിഗണനയ്ക്കായി കൈമാറിയിട്ടുണ്ട്. എന്നാൽ അവയിൽ ഏത് സ്ഥലമാണ് അന്തിമമായി തിരഞ്ഞെടുക്കുക എന്നത് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയവും കേന്ദ്ര സർക്കാരും നടത്തുന്ന സാങ്കേതിക പരിശോധനകൾക്ക് ശേഷമായിരിക്കും തീരുമാനിക്കുക. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ജില്ല കോഴിക്കോടാണ്. പ്രത്യേകിച്ച് കിനാലൂർ പ്രദേശം വർഷങ്ങളായി എയിംസിനായി നിർദ്ദേശിക്കപ്പെട്ട സ്ഥലമാണ്. ഈ പ്രദേശത്ത് ആവശ്യമായ ഭൂമി ലഭ്യമാണെന്നും വലിയ മെഡിക്കൽ ക്യാമ്പസ് നിർമ്മിക്കാൻ അനുയോജ്യമായ സ്ഥലമാണെന്നുമാണ് വിവിധ ഘട്ടങ്ങളിൽ വിലയിരുത്തലുകൾ വന്നത്. ഹൈക്കോടതിയിലെ നടപടികളിലും കിനാലൂരിന്റെ പേര് പലതവണ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. അതിനാൽ ഔദ്യോഗിക പ്രഖ്യാപനമില്ലെങ്കിലും കോഴിക്കോട് ഇപ്പോഴും പ്രധാന സാധ്യതയായി തുടരുന്നു. എന്നാൽ മറ്റൊരു ശക്തമായ സാധ്യത തിരുവനന്തപുരമാണെന്ന് പലരും വിലയിരുത്തുന്നു. അതിന് ചില പ്രധാന കാരണങ്ങളുണ്ട്. ഒന്നാമതായി, തിരുവനന്തപുരം കേരളത്തിന്റെ തലസ്ഥാന നഗരമാണ്. സംസ്ഥാന ഭരണ സംവിധാനവും ആരോഗ്യവകുപ്പിന്റെ പ്രധാന ഓഫീസുകളും ഇവിടെ പ്രവർത്തിക്കുന്നു. രണ്ടാമതായി, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ ഒന്നാണ്. വർഷങ്ങളായി അത്യാധുനിക ചികിത്സയും മെഡിക്കൽ വിദ്യാഭ്യാസവും ഇവിടെ ലഭ്യമാണ്. മൂന്നാമതായി, തിരുവനന്തപുരം നഗരത്തിൽ ദേശീയ പ്രാധാന്യമുള്ള നിരവധി ആരോഗ്യ ഗവേഷണ സ്ഥാപനങ്ങളും ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നു. ഇവയുമായി സഹകരിച്ച് ഗവേഷണ പ്രവർത്തനങ്ങൾ നടത്താൻ എയിംസിന് കൂടുതൽ അവസരം ലഭിക്കുമെന്ന വാദവും ഉണ്ട്. നാലാമതായി, അന്താരാഷ്ട്ര വിമാനത്താവളം, ദേശീയപാത, റെയിൽവേ, തുറമുഖം എന്നിവ ഉൾപ്പെടെ മികച്ച ഗതാഗത സൗകര്യങ്ങൾ തിരുവനന്തപുരത്തിനുണ്ട്. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് രോഗികൾക്കും വിദ്യാർത്ഥികൾക്കും ഡോക്ടർമാർക്കും വളരെ എളുപ്പത്തിൽ എത്തിച്ചേരാൻ കഴിയുന്ന നഗരമാണിത്. അഞ്ചാമതായി, വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം, ടെക്നോപാർക്ക്, ഡിജിറ്റൽ സയൻസ് പാർക്ക്, ഔട്ടർ റിംഗ് റോഡ് തുടങ്ങി നിരവധി വലിയ വികസന പദ്ധതികൾ തിരുവനന്തപുരത്ത് നടപ്പിലാകുകയാണ്. ഭാവിയിൽ ദേശീയ തലത്തിലെ ആരോഗ്യ ഗവേഷണ കേന്ദ്രമായി വളരാൻ ഈ വികസനങ്ങൾ സഹായിക്കുമെന്ന അഭിപ്രായവും ഉയരുന്നുണ്ട്. അതേസമയം എറണാകുളത്തിനും പിന്തുണയുണ്ട്. കേരളത്തിന്റെ മധ്യഭാഗത്തുള്ള ജില്ലയായതിനാൽ സംസ്ഥാനത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുമുള്ള ആളുകൾക്ക് എത്തിച്ചേരാൻ സൗകര്യമുണ്ടെന്ന വാദമാണ് ഉയരുന്നത്. എന്നാൽ ഔദ്യോഗികമായി എറണാകുളത്തെ മുൻഗണനാ സ്ഥലമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ല. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, കേന്ദ്ര സർക്കാർ എന്തൊക്കെയാണ് പരിഗണിക്കുന്നത് എന്നതാണ്. ഒരു എയിംസ് സ്ഥാപിക്കുമ്പോൾ ഭൂമിയുടെ വിസ്തൃതി, പരിസ്ഥിതി അനുമതികൾ, റോഡ് സൗകര്യം, റെയിൽ കണക്ടിവിറ്റി, വിമാനത്താവളത്തിലേക്കുള്ള ദൂരം, ഭാവിയിൽ വികസിപ്പിക്കാനുള്ള സാധ്യത, വൈദ്യുതി, ജലലഭ്യത, മെഡിക്കൽ വിദ്യാഭ്യാസത്തിന് അനുയോജ്യമായ അന്തരീക്ഷം എന്നിവയെല്ലാം വിശദമായി പരിശോധിക്കും. അതിനാൽ ജനപ്രീതി മാത്രം നോക്കിയല്ല തീരുമാനമെടുക്കുക. ഇപ്പോൾ എന്റെ വ്യക്തിപരമായ അഭിപ്രായം പറയുകയാണെങ്കിൽ, കേന്ദ്ര സർക്കാർ കേരളത്തിൽ പുതിയ എയിംസ് അനുവദിക്കുകയാണെങ്കിൽ തിരുവനന്തപുരം പരിഗണിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. തലസ്ഥാന നഗരമെന്ന നിലയും മികച്ച അടിസ്ഥാന സൗകര്യങ്ങളും ദേശീയ സ്ഥാപനങ്ങളുടെ സാന്നിധ്യവും ഭാവിയിലെ വികസന പദ്ധതികളും ഇതിന് കാരണമാണ്. എന്നാൽ ഇത് എന്റെ വ്യക്തിപരമായ വിലയിരുത്തൽ മാത്രമാണ്, ഔദ്യോഗിക വിവരമല്ല.
അതേസമയം കോഴിക്കോട് കിനാലൂർ വർഷങ്ങളായി കേന്ദ്ര ചർച്ചകളിൽ ഉൾപ്പെട്ട പ്രദേശമായതിനാൽ ആ സാധ്യതയും ഒരിക്കലും തള്ളിക്കളയാനാവില്ല. അതിനാൽ നിലവിലെ സാഹചര്യത്തിൽ തിരുവനന്തപുരവും കോഴിക്കോടും ശക്തമായ സാധ്യതകളായി തുടരുന്നുവെന്ന് പറയാം. അന്തിമ തീരുമാനം കേന്ദ്ര സർക്കാരിന്റെ ഔദ്യോഗിക പ്രഖ്യാപനത്തിലൂടെയായിരിക്കും അറിയുക. അതുവരെ ഏത് ജില്ലയുടെ പേരും ഉറപ്പിച്ചു പറയുന്നത് ശരിയല്ല. കേരളത്തിൽ എയിംസ് വന്നാൽ നിങ്ങളുടെ അഭിപ്രായത്തിൽ ഏത് ജില്ലയിലാണ് സ്ഥാപിക്കേണ്ടത്? തിരുവനന്തപുരമാണോ, കോഴിക്കോടാണോ, എറണാകുളമാണോ, അതോ മറ്റേതെങ്കിലും ജില്ലയാണോ? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. ഇത്തരം പ്രധാന സർക്കാർ പദ്ധതികളുടെയും വികസന വാർത്തകളുടെയും ഏറ്റവും പുതിയ വിവരങ്ങൾ അറിയാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. നന്ദി.